ഹലോ ആൻഡ് ഹായ്. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു സ്നാക്ക് ഐറ്റമാണ്. ഇഷ്ടമുള്ളവർ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. ഇവിടെ നിങ്ങൾക്ക് കാണാം മുട്ട, ബട്ടർ, പിന്നെ മൈദ, ഈസ്റ്റ്, പാല്, പാകത്തിനുള്ള ഉപ്പും മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെച്ചതാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ 2-3 മണിക്കൂറായി. പിന്നെ ബട്ടർ മാറ്റി വെച്ചിട്ടുണ്ട്, അത് മെൽറ്റാവാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിനെടുത്ത് നന്നായിട്ട് കുഴച്ചിട്ട് 2 സെറ്റാക്കുകയാണ്. കാര്യം നമ്മളെപ്പോഴും ഈ പഫ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ലെയറിൻ്റെ മീതെ വേറൊരു ലെയറും കൂടെ ബട്ടർ തേച്ചിട്ട് വെക്കണം. അത് എത്ര ലെയർ വേണമെങ്കിലും വെക്കാം, അത്രയും സോഫ്റ്റായി കിട്ടും. ഒരു ലെയറായിട്ട് വെച്ചാൽ പഫ്സ് റെഡിയാവത്തേ ഇല്ല, ശരിയായി കിട്ടത്തില്ല. അപ്പം ഞാനിതിപ്പോൾ അങ്ങനെ എല്ലാം പരത്തി ബട്ടറൊക്കെ തേച്ച് ഒന്നിൻ്റെ മീതെ ഒന്ന് വെച്ച് നന്നായിട്ട് അതിനെ റോൾ ചെയ്ത് 2 റോൾസായിട്ട് ഞാൻ ആ പച്ച ട്രെയിൽ ഞാൻ വെച്ചത് 2 സെറ്റായിട്ട് അങ്ങനെ വെച്ചതാണ്. കണ്ട, ഇതാണ് ഞാനിപ്പോൾ ഇനിയിപ്പം ഞാൻ കുറച്ച് സമയം വെച്ചിട്ടെടുത്ത് ഞാൻ ഇനിയിപ്പം പഫ്സ് ഉണ്ടാക്കുകയാണ്. വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ചപ്പാത്തി പരത്തും പോലെ പരത്തിയിട്ട് ഞാൻ നമ്മളെ വീട്ടിലല്ലേ, നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പം ഈ പിസ്സ കട്ടർ എടുത്തൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലൊക്കെ ഞാനിപ്പം ഫില്ലിങ്സ് വെക്കുന്നത് ഒന്നിൽ മൊസറല്ല ചീസാണ്. ഞാനിവിടെ ചില സമയങ്ങളിൽ പിസ്സ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാൻ അതിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്ത് ഇതിനകത്ത് വെച്ച് 2 സൈഡും നമ്മൾ പൊട്ടിക്കണം. കാര്യം അല്ലെങ്കിൽ അത് നമ്മളിപ്പോൾ അടുപ്പത്തായിരുന്നു നമ്മൾ കടായിൽ വെച്ചാലും ഓവനിൽ വെച്ചാലും ഒക്കെ ഇത് ചൂടാകുമ്പോൾ വികസിക്കും. അപ്പം പൊട്ടാതെ നോക്കണം. അപ്പം ഞാൻ ഇച്ചിരി അതിൻ്റെ വിട്ടൊക്കെ കുറഞ്ഞതൊന്നും വിട്ടൊക്കെ കൂട്ടി ചീസ് എല്ലാത്തിലും വെച്ച് അതിൻ്റെ അറ്റമൊക്കെ നന്നായിട്ട് കുറച്ച് മൈദയും വെള്ളവും കൂടെ ചേർത്ത് കുഴച്ചിട്ട് അതെല്ലാം കൂടെ വെച്ച് ഒട്ടിച്ച്, അപ്പോൾ ഒരു സെറ്റ് ഞാൻ ചീസാണ് എല്ലാം വെച്ചത്. എല്ലാം നന്നായിട്ട് റോൾ ചെയ്ത് നമ്മുടെ ഇഷ്ടാനുസരണ ഷേപ്പിൽ. മറ്റേതിപ്പോൾ ഞാൻ എടുത്തിട്ട് അതിൽ ഞാൻ കുറച്ച് ചീസും വെക്കുന്നുണ്ട്, കുറച്ച് ഈ പീനട്ട് ജെല്ലി ബട്ടറുണ്ട്. മോനത് ഇഷ്ടമാണ്, ഈ പീനട്ട് ബട്ടർ. അപ്പം ഞാൻ അത് വാങ്ങിച്ച് അതും കുറച്ച് തേച്ച് ഫില്ലിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഞാൻ ഈ മഫിൻസിൽ ഇത് ചെയ്യാനാണ് ഇരുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ചെയ്തത്. അപ്പോൾ ഞാനിത് ഇപ്പം ഈ ചീസ് വെച്ചിട്ട് നമ്മൾ എഗ് പഫ്സൊക്കെ പിന്നെ ആ ഒരു പാറ്റേണിൽ ചെയ്തു. എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ചു. ഇത് രണ്ടും ഞാൻ ഈ ബാക്കിയുള്ള 2ലും ഞാനിപ്പോൾ പീനട്ട് ബട്ടറാണ് തേക്കുന്നത്. അത് ഇപ്പം ഞാനത് കാണിക്കാം. അപ്പോൾ അത് ഇങ്ങനെ തേച്ച് നമുക്ക് എന്താ പറയുക, പിന്നെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അതിനെ റോൾ ചെയ്ത് നന്നായിട്ട് അടച്ച് നമുക്ക് ആ ഒരു ഷേപ്പിലാക്കി വെക്കാം. അപ്പോൾ ഇതാണ് പീനട്ട് ബട്ടർ ഞാൻ വാങ്ങിച്ചത്. ഈ ജെല്ലി ജാം പോലെ ഇരിക്കും പീനട്ടും ബട്ടറും. അപ്പോൾ ഇതാണ് ഞാൻ മറ്റേ 2ലും പുരട്ടിയത്. അപ്പം നമുക്കിപ്പം ഞാൻ എല്ലാം ഓരോന്നായിട്ട് ആ പച്ച ട്രെയിൽ നിന്ന് എടുത്ത് ഇവിടെ ഞാൻ ബേക്കിംഗ് ട്രെയിൽ വെക്കുകയാണ് ഓരോന്നും. നമുക്കിപ്പോൾ ഓരോ ഷേപ്പിൽ നമ്മുടെ ഇഷ്ടാനുസരണമുള്ള ഷേപ്പിൽ. ഇപ്പോൾ എനിക്കിപ്പം നമ്മളിപ്പോൾ കൊടുക്കാനൊന്നും അല്ലല്ലോ, നമ്മുടെ വീട്ടിലല്ലേ, നമ്മുടെ കുട്ടികൾക്കല്ലേ. അപ്പോൾ എങ്ങനത്തെ തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇതിനെയൊക്കെ ഒന്ന് വരഞ്ഞു, അതായത് പിസ്സ കട്ടർ കൊണ്ട് എല്ലാം ഒന്ന് വരഞ്ഞിട്ട് നമുക്കിതിലൊന്ന് എഗ് വാഷ് ചെയ്യണം. അപ്പം നമുക്ക് ഈ ഒരു ഗ്ലേസിങ് കാണുമല്ലോ നമുക്കത് വാങ്ങിക്കുമ്പോൾ. ഈ ഒരു ഗ്ലേസിങ് എന്ന് പറയുന്നത് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒന്ന് എഗ് വൈറ്റ് കൊണ്ട് മുട്ട നമുക്ക് അടിച്ചിട്ട് അത് എഗ് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ മിൽക്ക് വാഷ് ചെയ്യാം. പാൽ കൊണ്ടും അല്ലെങ്കിൽ ബട്ടർ കൊണ്ടും ഒക്കെ തേക്കാം. പക്ഷേ എഗ്ഗ് കൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നല്ല കളർ കിട്ടുന്നത്. അപ്പം ഞാനത് തേച്ചിട്ടാണ് ഇപ്പം ബേക്ക് ചെയ്യാൻ വെച്ചത്. ഇതിപ്പം ഞാനൊരു 200 ഡിഗ്രിയിൽ പിന്നെ 15 മിനിറ്റ് വെച്ചിട്ട് ഞാൻ വീണ്ടും 5 മിനിറ്റ് കൂടെ കൂട്ടി. അപ്പം ഇതിപ്പോൾ ഫുള്ളി ബേക്ക്ഡ് ആയിട്ടുണ്ട്. നല്ലൊരു മണവും നല്ലൊരു ബേക്കറിയിലെ മണം പോലെയാണ്. നല്ല മണവും നല്ലൊരു എന്താ പറയുക സോഫ്റ്റും കൂടെയാണിത്. അപ്പം കണ്ടില്ലേ, നല്ല സോഫ്റ്റാണിത്. നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് ബേക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് കടായിൽ ഇതുപോലെ ചെയ്ത് ഒരു 10-40 അല്ലെങ്കിൽ 1 മണിക്കൂർ 45 മിനിറ്റോളം അതിനകത്ത് വെച്ച് നല്ല മീഡിയം സ്റ്റീമിൽ വെച്ചാലും മതി. ഇതുപോലെ നിങ്ങൾക്ക് ആയി കിട്ടും തീർച്ചയാണ്. അപ്പോൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ചെയ്ത് നോക്കണം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.